ആദ്യമായിട്ട് വെടിക്കെട്ട് അപകടത്തിൽ ജീവിതം നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്ന് കൊച്ചി കാഴ്ചകളല്ല നിങ്ങൾ കാണാൻ പോകുന്നത്, തൃശ്ശൂർ കാഴ്ചകളാണ് കാണുന്നത്. തൃശ്ശൂർ പൂര വിളംബരത്തിന് തലേനാൾ ഒരുങ്ങിയ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നേരത്തെ അവിടെ ചെല്ലാൻ പറ്റിയത് കൊണ്ട് അധികം തിരക്ക് വരുന്നതിന് മുമ്പേ കാണാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ആനകളോടും നിറങ്ങളോടും ഒക്കെ വളരെ താല്പര്യം കൂടുതലായതുകൊണ്ട് തന്നെ ആനകളുടെ മേലെ അണിയിച്ചൊരുക്കുന്ന ഈ അലങ്കാരങ്ങളൊക്കെ ഒന്ന് നേരിൽ കാണാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. നിറങ്ങളുടെ ഒരു വർണ്ണ വിസ്മയമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഇവിടേക്ക് കയറിയപ്പോൾ തന്നെ ഈ വർണ്ണവിസ്മയം കണ്ട് ഞാൻ ആകെ മറന്നു പോയിട്ടോ. പുറത്ത് നല്ല ചൂടായിരുന്നെങ്കിലും ഇതിനുള്ളിൽ നല്ല തണുപ്പായതുകൊണ്ട് ഓരോ കാഴ്ചകളും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. താഴെ ഇതുപോലുള്ള നെറ്റിപ്പട്ടങ്ങളും വെഞ്ചാമരവും ആലവട്ടവും മറ്റ് ആഭരണങ്ങളുമാണ് ഒരുക്കിയിരുന്നതെങ്കിൽ മുകളിലത്തെ നിലയിൽ അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന മുത്തുക്കുടകളുടെ ഒരു കമനീയമായ ശേഖരമായിരുന്നു. ഓരോ കുടയും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയേണ്ടി വരും. കുടമാറ്റത്തിനായി ഉപയോഗിക്കുന്ന കുടകളാണ് ഇവിടെ കൂടുതലായും പ്രദർശനത്തിന് വെക്കുന്നത്. അങ്ങനെ ചമയ കാഴ്ചകൾ ആസ്വദിച്ച് മതിമറന്ന് നിന്ന എന്നെ കാത്ത് മറ്റൊരു വലിയ സന്തോഷം തേടിയെത്തുകയുണ്ടായിട്ടോ. അതെന്താണെന്ന് നിങ്ങളിൽ പലരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഓരോ കുടകളുടെ നിറങ്ങളും ചിത്രപ്പണികളും ഒക്കെ ഞാനിങ്ങനെ മതിമറന്നെന്ന് തന്നെ പറയണം. അതൊട്ടും അതിശയോക്തിയല്ല. അത്രയും മനോഹരമായിട്ടാണ് അത് അണിയിച്ചൊരുക്കി ഇരുന്നത് ഓരോ കുടകളും കേട്ടോ. ഞാനതിങ്ങനെ ആസ്വദിച്ചിട്ടും എനിക്ക് മതിയാകുന്നില്ല. കണ്ടോ, ഓരോന്നും എത്രയോ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഓരോന്നിലും അലങ്കരിച്ചിരിക്കുന്നത് നോക്കി. അതിനിടയിലാണ് മറ്റൊരു കുട കണ്ട് ഇതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തതയുള്ള, കണ്ടോ, ആ ഓറഞ്ച് കളറിൽ പൂക്കളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി ഇങ്ങനെ ആ കുടകളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗി അതിന് കാണാൻ. അതുപോലെ മറ്റൊരു വ്യത്യസ്തത തോന്നിയ ഒരു മനോഹരമായ കുടയാണ് ഈ മണൽക്കുട. എന്തൊരു ഭംഗിയാണല്ലേ അതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും കലവിരുത് കൂടിയാണെന്ന് അറിയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. എല്ലാം സമയപ്രദർശനം എല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇന്ത്യൻ കോഫിയിൽ നിന്ന് പതിവ് പോലെ ചപ്പാത്തിയും സബ്ജിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം മൈതാനത്തൊക്കെ പോയി ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും തൊട്ടടുത്ത് ഒരു കഫേയിൽ വന്നിട്ട് നല്ലൊരു സുലൈമാനി അടിച്ചു. വീണ്ടും മൈതാനത്തൊക്കെ പോയി ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് പ്രാവുകൾ വന്നു കേട്ടോ. അവരെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പിന്മാറിയൊന്നുമില്ല. അവരെനിക്ക് പോസൊക്കെ ചെയ്തു തന്നു. നല്ല രസമായിരുന്നു. പിന്നെ പനന്നുങ്ക്, എൻ്റെ ഫേവററ്റ് സാധനമാണ് ഐസ് ആപ്പിൾ. ഈ സമ്മറിൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് വാങ്ങി. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഒരു സോഡ ലൈമും കുടിച്ച് പോകാൻ നേരം ഈ സുന്ദരൻ എനിക്ക് ടാറ്റ ബൈ ബൈയും തന്നു കേട്ടോ.